ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ മഹിയുടെ നില ക്രിട്ടിക്കലായിട്ട് തന്നെ തുടരുന്നു. മാസം തികയാതെ തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഡോക്ടർ എലിസബത്ത് പറയുന്നത്. ഇതിനിടയിൽ ആനന്ദവും ലേഖയും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് മഹി എവിടെ നിർത്തേണ്ടിയിരുന്നില്ല കണ്ണേട്ട എന്ന് ലേഖയും. നിന്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ അയാൾക്കെതിരെ കേസ് കൊടുത്ത് അയാളെ ജയിലിലടക്കിയായിരുന്നു വേണ്ടത്. അല്ലാതെ നീയും മഹിയും ചേർന്ന് കരുണയെ ഒരു പാഠം പഠിപ്പിച്ച് മര്യാദക്കാരിയാക്കി മാറ്റാൻ ശ്രമിച്ചതെല്ലാം തെറ്റായിപ്പോയി എന്ന് അനന്തവും പറയുന്നുണ്ട്. മഹിയുടെ അമ്മ തന്നെയാണ് കരുണയുടെ അമ്മയാണെങ്കിലും മഹിയുടെ അമ്മയുടെ ഒരു ഗുണവും അവൾക്ക് കിട്ടിയിട്ടില്ല. പ്രതാപനും അയാളുടെ അമ്മയും ചേർന്ന് വിഷം കുത്തിവെച്ചാണ് അവളെ വളർത്തിക്കൊണ്ട് വന്നത്. നീയും മഹിയും ഇങ്ങനെ ഒരു നീക്കം അവളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതായിരുന്നു എന്നും അനന്തു പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട്. കരുണ മഹാലക്ഷ്മി സ്റ്റെയർ കേസിൽ നിന്നും തള്ളിയിട്ടു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞ് അന്ന് തന്നെ കണ്ണൻ മുന്നറിയിപ്പ് തന്നതാണ്. ഇനി മഹിക്കോ എൻ്റെ കുഞ്ഞിനോ മഹിയുടെ അമ്മയ്ക്കോ എതിരായിട്ട് എന്തെങ്കിലും തൻ്റെയോ തൻ്റെ മകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ജയിലിൽ പോയി കിടക്കാനും ഞാൻ മടിക്കില്ല. ആരെയും അതിനു വേണ്ടിയിട്ട് കൊട്ടേഷനും കൊടുക്കില്ല. ഞാൻ തന്നെ നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുമെന്ന്. അതാലോചിക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. കാര്യങ്ങളൊക്കെ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നവർ മനസ്സിലാക്കുന്നു. മാത്രമല്ല അധികം വൈകാതെ തന്നെ ദുർഗയും ഉണ്ണിയൊക്കെ സത്യങ്ങൾ അറിയും. കണ്ണൻ നടന്നു തുടങ്ങി എന്നുള്ളൊരു കാര്യവും കരുണ അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെയായാൽ സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞതുപോലെ ജീവിതം തന്നെ ഒരു ഭാരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപന്. പിന്നീടാണ് പ്രതാപന് സമനില തെറ്റിയ സമയത്ത് വാമൻ ഒരു കൊലപാതകയാണ് എന്ന് അയാൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം മോഹിനി കണ്ണനോട് പറയുന്നത്. ഇനി ഒരു പക്ഷേ മോൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് കരുണയുടെ അച്ഛന് കൊട്ടേഷൻ കൊടുത്തത് വാമനായിരിക്കുമോ എന്നുള്ളൊരു സംശയം മോഹിനി പറയുമ്പോൾ കണ്ണനും നേരത്തെ തന്നെ അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകെ പോകാൻ തന്നെ കണ്ണൻ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രതാപനെ ചികിത്സിച്ച ഡോക്ടറിൽ നിന്നും അയാൾ സമനില തെറ്റിയ സമയത്ത് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്ടർ കണ്ണനോട് പറയുന്നുണ്ട്. അതിൽ അയാൾ വിശ്വനാഥൻ എന്ന ആളെ ലോറി ഇടിപ്പിച്ച് കൊന്നത്, അതിനു വേണ്ടിയിട്ട് അയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് വാമദേവൻ എന്നൊരാൾ ആയിരുന്നു എന്നുള്ളൊരു സത്യം ഡോക്ടർ അറിയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ആ ഒരു വലിയ സത്യത്തിലേക്ക് കണ്ണൻ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. പക്ഷേ മഹി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും വാമന് നേരെ അങ്ങനെ ഒരു തൽക്കാലത്തേക്കെല്ലാം മറച്ചു പിടിക്കാം ഒരവസരം വരുമ്പോൾ അയാൾക്ക് ഞെട്ടിക്കുന്ന ഒരു ശിക്ഷ തന്നെ കൊടുക്കാനായിട്ടാണ് കണ്ണൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കണ്ണനിൽ നിന്ന് തന്നെ സത്യങ്ങൾ അനന്തവും ലേഖയും മോഹിനിയൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ സംശയം സത്യമാണെന്നും വാമദേവനാണ് എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് പ്രതാപനെ കൊട്ടേഷൻ കൊടുത്തത് എന്നും ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ തന്നെ കണ്ണൻ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയുടെ നില ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് തുടരുന്നത് കൊണ്ട് തന്നെ വീണ്ടും കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അതായത് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി മഹി ആരാധിച്ചു പോരുന്ന തൻ്റെ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിന്നും പ്രാർത്ഥിക്കാൻ മഹിക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതേ, രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് കണ്ണൻ വരുന്നത്. ഈ സമയത്ത് ദുർഗയും ഉണ്ണിയാണെങ്കിൽ കാര്യങ്ങളെല്ലാം കണ്ണനോട് തിരക്കുന്നുണ്ടെങ്കിലും കണ്ണൻ ഒന്നും അവരോട് വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. കാരണം മഹിയുടെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സന്തോഷിക്കും എന്നുള്ള കാര്യം കണ്ണന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മഹിയുടെയോ കുഞ്ഞിൻ്റെയോ അവസ്ഥയെക്കുറിച്ചൊന്നും കണ്ണൻ പറയാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ കണ്ണൻ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട്. എന്നെയും മഹിയെയും ഒന്നിപ്പിച്ചത് അതിനിടനിലക്കാരനായിട്ട് നിന്നത് അയ്യപ്പസ്വാമിയാണെന്നും പക്ഷേ ഇപ്പോൾ മഹിയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും അയാൾക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്താതെ എനിക്ക് തന്നെ തിരിച്ചു തരണേ എന്ന് തന്നെയാണ് കണ്ണൻ ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നത്. പിന്നീട് നമ്മുടെ മാർക്കോയും ലോപ്പസും എല്ലാം അറിയുന്നുണ്ട്. അതായത് കരുണ മഹാലക്ഷ്മിയോട് ചെയ്ത ഈ കൊടും ക്രൂരതയെക്കുറിച്ച് അറിയുന്നു. മാർക്കോയാണെങ്കിൽ അത് കേട്ട് ശരിക്കും രക്തം തിളച്ചു പോവുകയാണ്. മാർക്കോയാണെങ്കിൽ അന്ന് തന്നെ പ്രതാപൻ മഹിയെ കുത്തിക്കൊലപ്പെടുത്താൻ തുടങ്ങിയ ഒരു സമയത്ത് തന്നെ അയാൾക്ക് നല്ല ശിക്ഷ കൊടുക്കാനായിട്ട് തുനിഞ്ഞതായിരുന്നു. അന്ന് സിദ്ധിയായിട്ടുള്ള അമ്മയായിരുന്നു മാർക്കോയെ തടഞ്ഞു നിർത്തിയിരുന്നത്. മാത്രമല്ല പ്രതാപന് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ ഏത് ആൾക്കൂട്ടത്തിലാണെങ്കിലും തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന്. പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞതോടുകൂടി തന്നെ അത് അങ്ങനെ നിസ്സാരമായിട്ട് തല്ലാൻ അയാളെ ഇനിയും വിട്ടുകളയാനായിട്ട് മാർക്കോയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ കരുണയില്ലാത്ത കരുണയ്ക്കും നല്ലത് കൊടുക്കാൻ തന്നെ മാർക്കോ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് 3 പേർക്കും ഒരു നല്ലൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് മാർക്കോ കരുണാലയത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്